മേഘ ഇന്ന് വടകര തിരുവള്ളൂരിൽ ഒരു സ്വീകരണ സമ്മേളനം നടക്കുന്നുണ്ട്. അതായത് കാഫിർ സ്ക്രീൻഷോട്ടിൽ SITയുടെ പിടിയിലായിരുന്ന 18 ദിവസം ജയിലിൽ നിന്നും മോചിതനായി ഇറങ്ങുന്ന ജിതിൻ ഭാസ്കറിന് DYFIയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് നൽകുന്നത്. എന്താണ് സ്വീകരണം നൽകാനും മാത്രം ജിതിൻ ഭാസ്കർ ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തത്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും സ്വാതന്ത്ര്യ സമരം ചെയ്യുന്നത് പോലെയാണ് മറ്റ് പല ക്രൈമുകളും ചെയ്യുന്നതിനെ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിഷേധിച്ചതും ഇങ്ങനെയാണ് പാർട്ടി ഒന്നടങ്കം പ്രതിരോധിച്ചതും എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 2.5 കോടി മുഖ്യമന്ത്രിയുടെ മകളായിരുന്നത് കൊണ്ട് ഒരാൾ തട്ടിയെടുക്കുക എന്ന് പറയുന്നതിനെ ഒരു ക്രൈമായിട്ട് ഇടതുപക്ഷം കാണുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാഫർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഒരു വടകരയിൽ UDF കാൻഡിഡേറ്റ് ഷാഫി പറമ്പിലിനെ ഒരു വർഗീയവാദിയാക്കാനായി വർഗീയവാദിയായി ചിത്രീകരിക്കാനായി ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമായിട്ടായിരിക്കാം ഇടതുപക്ഷം കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഈ മെൻസ് അസോസിയേഷൻ സ്ത്രീകളെ ഉപദ്രവിച്ച പുരുഷന്മാർ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ മാല ഇടുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഇത് കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ജനത്തിന് ഉപകാരം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തിന്റെ നയം മാറിയിരിക്കുന്നു. ഞാൻ, എൻ്റെ പാർട്ടി, എൻ്റെ ആൾക്കാർ, അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും, അവർക്കെതിരെ കേസ് ഉണ്ടായാൽ അവർക്ക് വേണ്ടി പ്രതിഷേധിക്കും. അത്തരത്തിലേക്ക് പാർട്ടി നീങ്ങുന്നത് കൊണ്ടാവാം. അതുമാത്രമല്ല, ഇപ്പോൾ DYFI അല്ലെങ്കിൽ ഈ ഒരു സഖാക്കൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ നിന്ന്, കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ നിന്ന് പൂർണ്ണമായി ജിതിൻ ഭാസ്കറിനെ കുറ്റവിമുക്തനാക്കി അങ്ങനെയാണ് പുറത്തിറക്കിയതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആഴ്ചയിൽ 2 ദിവസം പോലീസിൻ്റെ മുന്നിൽ ഹാജരാവണം, ഇവരോട് പറയാതെ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഈ ജില്ല വിട്ട് സഞ്ചരിക്കാൻ പാടില്ല. ഇനി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ പോലും പോലീസിൻ്റെ അനുമതി അല്ലെങ്കിൽ പോലീസിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലായിരിക്കണം ഈ ഒരു ജിതിൻ ഭാസ്കർ ഇതുപോലെ ഓരോ പ്രവൃത്തികളും ചെയ്യേണ്ടത്. ഇതിനെയാണ് തങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരായി എന്നുള്ള രീതിയിൽ സ്വീകരണമെല്ലാം നൽകുന്നത്. ഇതിനു മുമ്പ് CPM അല്ലെങ്കിൽ DYFIയും ഈ പൊതുസമൂഹത്തോട് പറയുന്നുണ്ടായിരുന്നു, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, കെട്ടിച്ചമച്ച കേസാണ്, തങ്ങൾ തികച്ചും നിരപരാധികളാണെന്ന്. പക്ഷേ ഈ നിരപരാധിയായ അല്ലെങ്കിൽ നിരപരാധി എന്ന് പറയപ്പെടുന്ന, സ്വയം അവകാശപ്പെടുന്ന ജിതിൻ ഭാസ്കർ എന്തിന് ആ ഒരു ഫോൺ റീസെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുന്നില്ല. അത് ഭയന്നിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും സർക്കാർ മാറും, UDF അധികാരത്തിൽ വരുമെന്നറിയുമായിരുന്നു. UDF അധികാരത്തിൽ വന്നു, രമേശ് ചെന്നിത്തലയുടെ പോലീസ് എടുത്ത് പഞ്ഞിക്കിടുന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാകാം അത്തരത്തിലുള്ള പരാക്രമങ്ങളൊക്കെ കാണിച്ചതെന്ന് വിശ്വസിക്കാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ കുറ്റവിമുക്തനായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കുറ്റാരോപിതൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും അത് പ്രചരിപ്പിക്കപ്പെട്ടതെന്നുമാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുക? ഈ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ല ജാമ്യം ലഭിക്കുന്നത്, കുറ്റം ചെയ്തിട്ടുള്ളവർക്കും ജാമ്യം ലഭിക്കാറുണ്ട്. ഇനി ഈ ഇവർ കേസിൽ നിന്ന് പുറത്തായി എന്ന് വിചാരിക്കുന്ന, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ശരിക്കും കേസിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട്. അതൊരു MSF പ്രവർത്തകനാണ്. എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്? 2024 പാർലമെന്റ് ഇലക്ഷൻ. അതെ, ഇത്രയും വർഷം, ഇത്രയും മാസങ്ങൾ ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു MSF നേതാവ്. അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയാണ്. ശരിക്കും അത് തന്നെയാണ് വേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു യുവജന സംഘടനയുടെ നേതാവാണ്, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇല്ലാത്ത കേസിൽ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 ഫോണുകൾ പരിശോധിച്ചതിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും കിട്ടാത്തതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കോടതി പ്രതിപട്ടികയിൽ നിന്ന് മാറ്റുകയായിരുന്നു. അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്നു, കോടതി പ്രതിപട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പോൾ അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ DYFI ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കുറെ നാൾ ഞങ്ങളുടെ DYFI പ്രവർത്തകൻ ചെയ്ത തെറ്റിന് ഒരാൾ അകത്ത് കിടന്നല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. ഇതേ DYFI പ്രവർത്തകന്റെ ചെയ്തികളെ ന്യായീകരിച്ച അല്ലെങ്കിൽ
അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ മുതിർന്ന ഡിവൈഎഫ്ഐ നേതാക്കളുണ്ട്. ഈ പറഞ്ഞ CPM നേതാക്കൾ, ഡിവൈഎഫ്ഐ എന്ന് പോലും പറയാൻ പറ്റില്ല, CPM-നോട് ചേർന്ന് നിൽക്കുന്ന പല നേതാക്കളും ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വർഗീയവാദത്തെ അംഗീകരിക്കുകയാണോ? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. ഈ മുതിർന്ന നേതാക്കൾ, CPM-ന്റെ മുതിർന്ന നേതാക്കളായ KK ശൈലജ ടീച്ചറും MB ഗോവിന്ദനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത്, ഈ കാഫർ സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. അവിടെ മറ്റൊരു സംശയം കൂടി നമുക്ക് ഉന്നയിക്കാം. അതായത് ഈ ഒരു കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യം തുടക്കത്തിൽ അന്വേഷണം നടത്തിയിരുന്നല്ലോ. അതായത് ആദ്യം അന്വേഷണം നടത്തി ഈ ഒരു കാസിമിനെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ കാസിമിന്റെ ബാക്ക്ഗ്രൗണ്ടും വെയർബോട്ട്സും ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം. തുടർന്ന് അവിടെ നിന്നൊരു ടെസ്റ്റ് സംഭവിച്ചാണ് DYFIയിലേക്ക് ഒരു ലീഡ് കിട്ടുന്നത്. ആ ലീഡ് കിട്ടിയാൽ പിന്നെ ഒരു ആരോപണ വിധേയനായി റിബേഷ് രാമകൃഷ്ണൻ വരുന്നു. തുടർന്ന് ആ ഒരു കേസിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കിടക്കാൻ ആ ഒരു അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. എവിടെ നിന്നോ ഒരു ശക്തി ആ ഒരു അന്വേഷണ സംഘത്തെ പിടിച്ചു കിട്ടിയ പോലെ ആ ഒരു ശക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പിണറായി വിജയന്, നമ്മൾ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. KK ശൈലജ ടീച്ചറെ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഈ പറഞ്ഞ പിണറായി വിജയനും MB ഗോവിന്ദനും. ഇതിൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഈ കാര്യത്തിൽ KK ശൈലജ ടീച്ചർക്ക് പങ്കുണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടാകില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ KK ശൈലജ ടീച്ചറിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സംശയം ശക്തമാണ്. ഇപ്പോൾ KK ശൈലജ ടീച്ചറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ വോയിസ് ഒന്നുമില്ലായിരുന്നു. ഒരാൾ പറയുന്നു ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ അഭിപ്രായത്തെ മാനിക്കുന്ന ഒരു സംഘടനാ സംവിധാനമല്ലായിരുന്നു CPM-ൽ അന്നുണ്ടായിരുന്നത്. അപ്പോൾ KK ശൈലജ ടീച്ചറെ ഒതുക്കാനുള്ള മറ്റൊരു തന്ത്രമായിരുന്നോ ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് തേച്ചാലും മാച്ചാലും പോകുന്ന ഒന്നല്ല. ഇപ്പോൾ ഒരു ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഫോൺ ഒന്ന് കളഞ്ഞു എന്ന് വിചാരിച്ചാൽ പോലും ഈ ഡേറ്റ റിക്കവറി എന്ന് പറയുന്നത് നമ്മുടെ സൈബർ സെല്ല് കൃത്യമായിട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരുടെ ഫോണിലാണോ ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ആരുടെ ലാപ്ടോപ്പിലാണോ നിർമ്മിച്ചത്, അത് ഈ പറഞ്ഞ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ആരാണ് ചെയ്തത് എന്ന് വ്യക്തമാകും. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ കേസിലേക്ക് പോകും, ഇത് വലിയൊരു നൂലാമാല ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ KK ശൈലജ ടീച്ചറെ ഒതുക്കാനുള്ളൊരു തന്ത്രമായിരുന്നു. ചിലപ്പോൾ ആദ്യം പറഞ്ഞതായിരിക്കാം ശരി. ഇപ്പോൾ നമ്മുടെ ഈ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കണം, നമ്മുടെ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് വേണം പ്രചരിപ്പിക്കാനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, അത് അങ്ങനെയാണല്ലോ, ഷാഫിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സ്ക്രീൻഷോട്ട് ആയിരിക്കുമെന്ന് ചിന്തിക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ മുസ്ലിം ലീഗൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. നിങ്ങൾ അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ MSF നേതാവിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കും, ഞാനല്ലല്ലോ ചെയ്തത്, ഇതിൽ എനിക്കൊരു പങ്കുമില്ലല്ലോ, എനിക്കോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കുമോ ഇത്തരത്തിലൊരു പങ്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ ആണെങ്കിലും മുസ്ലിം ലീഗിനെ ആണെങ്കിലും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം, കോൺഗ്രസിന്റെ രണ്ടാം നിര എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒന്നാണ്. അതിലെ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഏതൊരു വിഷയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UDF-മായി ബന്ധപ്പെട്ട് വന്നാലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പോരാളിയായിരുന്നു കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം. പക്ഷേ കോൺഗ്രസ് എന്ത് നിലപാടാണ് അദ്ദേഹത്തിന്റെ കേസിനെതിരെ സ്വീകരിച്ചത്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേസിന് ഇപ്പോൾ തെളിവില്ല എന്നും കേസ് തള്ളിപ്പോകാനെന്നോ, ഞാൻ പറയുന്നത് അതിന്റെ മൊറൽ സൈഡ് അല്ല, ലീഗലി തെളിവിന്റെ അടിസ്ഥാനത്തിൽ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. പക്ഷേ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇതൊക്കെ നമ്മളെ ഏതൊരു രാഷ്ട്രീയത്തിൽ ഏതൊരു പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പാലിക്കേണ്ട ബേസിക് മര്യാദ, ബേസിക് എത്തിക്സ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കുറ്റാരോപിതനാണ്, അന്വേഷിച്ച് തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് എടുക്കേണ്ട പല തീരുമാനങ്ങളും ഉണ്ട്. ഇത്തരത്തിൽ വർഗീയത പടർത്തി എന്നുള്ള സംശയമുണ്ടെങ്കിൽ പോലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ വ്യക്തിയെ ജിതിൻ ഭാസ്കറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോട്ടെ എന്ന് പറയാൻ പാർട്ടിക്ക് ആർജവം ഉണ്ടാകണം. അത് ചിലപ്പോൾ DYFIയിലെ മറ്റ് നേതാക്കൾ കുടുങ്ങുമായിരിക്കും.
ഞങ്ങളും ഞങ്ങൾ ഇന്ന് നീ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇന്ന് ജിതിൻ ഭാസ്കർ ആണെങ്കിൽ അടുത്തൊരുവൻ വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഈ കൂട്ടമായിട്ടുള്ള ഡിഫെൻഡിങ് പ്രോസസ്സ് നടക്കുന്നത്. എന്ത് തന്നെയായാലും ഏത് മണ്ഡലത്തിലോ ഏത് പാർട്ടിയിലോ ശരിക്കും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വർഗീയത പടർത്തുന്ന ഒരു പാർട്ടിയും നിലനിൽക്കാൻ പാടില്ല. സമൂഹത്തിന് മാതൃകയാകേണ്ട ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലുള്ള നയമെടുക്കേണ്ട സമയം കഴിഞ്ഞു, പ്രത്യേകിച്ച് ഈ യുവജന സംഘടനകൾ.